ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ആ ചുവന്നുള്ളിയുടെ എല്ലാ തൊലി ഒന്ന് കളഞ്ഞ് വാഷ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ നോക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് തൊലിയെല്ലാം കളഞ്ഞ് വെച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് എല്ലാതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ചുവന്നുള്ളിയുടെ ഒക്കെ കളറെല്ലാം മാറി വരും. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ദോശക്കും ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ചട്ടിയിൽ നിന്ന് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ 2 ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ 4 കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ കുറച്ച് എരിവ് കുറവായിരിക്കും. അപ്പോൾ 4 എണ്ണം ചേർത്ത് കൊടുക്കാം. നല്ല കളറും കിട്ടും. എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, കരിഞ്ഞു പോകരുത്. അതൊരു മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ചുവന്നുള്ളിയും പുളിയും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരക്കാൻ പാകത്തിന് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല തിക്കായിട്ടാണ് നമ്മുടെ ചമ്മന്തി കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ മുകളിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.